കാഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കലഡോസ്കോപ്പിന്റെ കണ്ണിൽ തെളിയുന്ന കാഴ്ചകളെ അത്ര വേഗം ആരും മറക്കാറില്ല. ഇത്തവണയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് ചില ജീവിതങ്ങളെ, ചില വേറിട്ട കാഴ്ചകളെ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കലഡോസ്കോപ്പിന്റെ പുതിയൊരു പതിപ്പിലേക്ക് സ്വാഗതം. വൈകല്യങ്ങളെ തോൽപ്പിച്ച് ലിജേഷ് ഒരുക്കുന്ന വിസ്മയ കാഴ്ചകളിലേക്കാണ് ഇത്തവണ കലഡോസ്കോപ്പ് പോകുന്നത്. നമ്മളൊക്കെ വെറുതെ കളയുന്ന കടലാസിൽ ലിജേഷ് വിരിയിക്കുന്നത് ഒരു അത്ഭുത പ്രതിഭയുടെ കരവിരുതാണ്. ഒറിജിനലിനെയും വെല്ലുന്ന പരിപാടികളൊക്കെയാണ് ലിജേഷ് ഈ കട്ടിക്കടലാസിൽ ഒപ്പിച്ചു വെക്കുന്നത്. ഇത്രയൊക്കെ കേട്ടപ്പോൾ സംഭവം എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷ അല്ലേ? അപ്പോൾ കാണുമ്പോഴോ? ഒറിജിനലിനെ വെല്ലുന്ന രൂപസാദൃശ്യം ആരു കണ്ടാലും ഒന്ന് ഓടിച്ചു നോക്കാൻ തോന്നും. ആലുവ സ്വദേശി ലിജേഷിന്റെ സർഗസൃഷ്ടികളാണിത്. ഇംഗ്ലീഷ് സിനിമയിൽ ഒക്കെ കണ്ടുപരിചയിച്ചിട്ടുള്ള പഴയ മോഡൽ കാറുകൾ തുടങ്ങി നമ്മുടെ നാട്ടിലെ KSRTC ബസ്സുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. വൈകല്യം ചെറുപ്പത്തിലെ ശരീരത്തെ തളർത്തിയെങ്കിലും ക്രിയാത്മകമായ സൃഷ്ടികളിലൂടെ വ്യത്യസ്തനാവുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഇമവെട്ടാതെ കൗതുകത്തോടെ നോക്കി നിന്നു പോകുന്ന ഈ വാസ്തുകലയുടെ നിർമ്മാണത്തിലും ലാളിത്യം തുളുമ്പി നിൽക്കുന്നു. ചെരുപ്പും തുണിത്തരങ്ങളുമൊക്കെ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കട്ടിക്കടലാസിലാണ് ലിജേഷ് ഈ വിസ്മയക്കാഴ്ച തീർക്കുന്നത്. ആദ്യം ഒരു ചിത്രം കണ്ട് അത് പൂർണ്ണമായി മനസ്സിൽ പതിപ്പിക്കും. പിന്നീട് ചിത്രം കടലാസിൽ വരയ്ക്കും. തുടർന്നാണ് നിർമ്മാണം ആരംഭിക്കുക. കടലാസുകൊണ്ട് വാഹനങ്ങളുടെ ഓരോ ഭാഗവും നിർമ്മിക്കുകയാണ് രീതി. ശേഷം അവ സംയോജിപ്പിക്കും. 5 ദിവസം തുടർച്ചയായി ഒന്ന് മെനക്കെട്ടാൽ ക്ലാസിക് കാറുകളും ബസ്സുകളും ഒക്കെ റെഡി. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിൻ്റെ ആദ്യമൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ ഓരോ കൂടുതലായിട്ട് നന്നായിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നി. അങ്ങനെ കളക്ഷൻസ് ഉണ്ടാക്കണമായിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന സ്ഫടികത്തിലെ ലാലേട്ടന്റെ ചെകുത്താൻ ലോറിയും പാലേരി മാണിക്യം, ഡോൺ തുടങ്ങിയ സിനിമകളിലെ കാറുകളും ലിജേഷിന്റെ കരവിരുതിൽ ഭദ്രം. 1.5 വയസ്സിൽ വൈകല്യം ബാധിച്ച ഈ യുവാവിന്റെ ലോകം ഈ കൊച്ചുമുറിയാണ്. എവിടെ നോക്കിയാലും കരകൗശലത്തിന്റെ മകുടോദാഹരണങ്ങൾ മാത്രം. ഷെൽഫും വാതിലുമൊക്കെ തെർമോകോൾ ഉപയോഗിച്ച് പണിതിരിക്കുന്നു. ഒരു ചിത്രകലാ അധ്യാപകൻ കൂടിയാണ് ഇദ്ദേഹം. ഇലക്ട്രോണിക്സ്, ഗ്രാഫിക്സ് ഡിസൈൻ തുടങ്ങിയ മേഖലകളിലും ലിജേഷ് സജീവം. നിർമ്മാണം പൂർത്തിയാക്കിയ തന്റെ കരകൗശല വസ്തുക്കളെല്ലാം ചേർത്ത് ഒരു പ്രദർശനം സംഘടിപ്പിക്കണം എന്നാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇത് ഒരു ഷോ ചെയ്യണമെന്നുണ്ട് ഇതിന്റെ. അപ്പോൾ ഒരു 50 കളക്ഷൻ ആയി കഴിഞ്ഞിട്ട് ഷോ ചെയ്യാലോ എന്നുള്ള ആഗ്രഹമാണ്. പിന്നെ ഡ്രോയിങ്ങിൽ തന്നെ കുറച്ചും കൂടിയും ഇതാക്കണമെന്നുണ്ട്. ഡ്രോയിങ്ങിൽ പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ശാരീരിക വിഷമതകൾ ഏറെ അലട്ടുമ്പോഴും വിധിയെ ഓർത്ത് വിലപിക്കാൻ ലിജേഷിന്റെ പക്കൽ ഒട്ടും സമയമില്ല. മറിച്ച് ഈശ്വരൻ കനിഞ്ഞു നൽകിയ സർഗവൈഭവം ആത്മാർത്ഥമായി ഉപയോഗിക്കുകയാണ് ഈ എളിയ കലാകാരൻ.
നബിവചനങ്ങളെ ചിത്രരചനയിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരാളുടെ വിശേഷങ്ങളാണ് ഇനി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥങ്ങളിലേക്ക് ഈ വരകളിലൂടെ കടന്നു ചെല്ലുകയാണ് വയനാട് മേപ്പാടി ജുമാ മസ്ജിദിലെ ഇമാമായ ജാഫർ ബാഖവി. അണുവിട മുറിയാതെയുള്ള നിസ്കാരങ്ങൾക്ക് മനസ്സും ശരീരവും മുഴുകുമ്പോഴും ഇദ്ദേഹം ഈ വരകളിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നു. അറബി കലിഗ്രാഫിയിൽ ഇദ്ദേഹം പകരുന്ന സന്ദേശങ്ങൾ കാണാം ഇനി. പ്രകൃതിയും മതവും എക്കാലവും ഇഴചേർന്ന് കിടക്കുന്നവയാണ്. അത് മനുഷ്യന്റെ ജീവിതത്തിനും ഇഴപാകുന്നു. ഈ പ്രകൃതിയെയും ഒപ്പം സമകാലീന വിഷയങ്ങളെയും മതത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വരയുടെ ലോകത്തെത്തിക്കുകയാണ് വയനാട്ടിലെ മേപ്പാടി ജുമാ മസ്ജിദിലെ ഇമാമായ ജാഫർ ബാഖവി. തന്റെ വരകളിലൂടെ നബിയുടെ സന്ദേശം കൂടി ലോകത്തിന് സമർപ്പിക്കുകയാണ് ഈ മുസ്ലിം പുരോഹിതൻ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥങ്ങളിലേക്ക് വരകളിലൂടെ കടന്നു ചെല്ലുകയാണ് ജാഫർ ബാഖവി. അണുവിട തെറ്റാതെയുള്ള നിസ്കാരങ്ങൾക്ക് മനസ്സും ശരീരവും മുഴുകുമ്പോഴും വരയിലൂടെയും വർണ്ണങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്താൻ ഇദ്ദേഹത്തിനാകുന്നു. അറബി കലിഗ്രാഫിയാണ് ഈ പുരോഹിതന്റെ വരകളുടെ അടിസ്ഥാനം. വിശുദ്ധ ഖുർആന്റെ സന്ദേശം വരകളിലൂടെ എത്തിക്കാൻ ശ്രമിക്കുക കൂടിയാണ് അദ്ദേഹം. ഇസ്ലാം സസ്യ ജന്തു ജീവലോകത്തൊക്കെയും ഇസ്ലാമിൻ്റെ ഇടപെടലുകൾ കാണാൻ സാധിക്കും. ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നതിന് ഇസ്ലാമിൽ മഹത്തായ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവികമായ ഒരു പരിവേഷം സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ, ഒരു വൃക്ഷത്തൈ നടുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് മീതെ അല്ലാഹു അക്ബർ എന്ന വാക്യം പ്രത്യേകമായിട്ട് കലിഗ്രാഫി രൂപത്തിൽ വരച്ചിരിക്കുന്നത്. ഖുറാനിലെ വചനങ്ങൾ അറബി കലിഗ്രാഫിയിലൂടെ എഴുതുമ്പോൾ ചിത്രരൂപങ്ങളാകുന്നു. ഒറ്റനോട്ടത്തിൽ ഒരു ചിത്രം. പക്ഷേ ചിത്രത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന നബി വചനങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നു. വചനങ്ങളുടെ അർത്ഥത്തെ അത് വരയോട് ചേർത്ത് വായിക്കുകയാണ് ഇദ്ദേഹം. അതാണ് ഈ ചിത്രരചനയുടെ മഹിമ. ഏതുതരം പ്രതലത്തിലും ഏതുതരം നിറങ്ങൾ കൊണ്ടും ഇദ്ദേഹം ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നു. തന്റെ ചിത്രരചനയ്ക്ക് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്നതിൽ ജാഫർ ബാഖവിക്ക് നിശ്ചയമില്ല. ചിത്രരചന പഠിക്കാതെ തന്റെ മനസ്സിൽ തോന്നുന്നതിനെ ഇങ്ങനെ കോറിയിടുന്നു എന്ന് മാത്രം. ജുമാ മസ്ജിദിലെ തിരക്കുകളൊക്കെ ഒഴിയുമ്പോൾ കിട്ടുന്ന ഇടവേളകളിലാണ് അദ്ദേഹം ചിത്രരചന നടത്തുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ആശയങ്ങൾ, ഉദാഹരണമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ, അപ്പോൾ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ ചില ആശയങ്ങൾ രൂപപ്പെടും. ആ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുമായിട്ട് പ്രകൃതിയാ ലഭിച്ച ഒരു വരദാനം എന്ന് വേണമെങ്കിൽ പറയാം. അതനുസരിച്ച് പേപ്പറുകളിലോ ക്യാൻവാസുകളിലോ ഇതുപോലത്തെ ബോർഡുകളിലോ ഒക്കെ കോറിയിടുക. ഇതാണ് ഇതുവരെ ചെയ്തത്. ഒരു വലിയ ഒരു കാര്യമായോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ ജോലിയായിട്ടൊന്നും ഇതിനെ തിരഞ്ഞെടുത്തിട്ടേ ഇല്ല. മതസൗഹാർദ്ദവും പരിസ്ഥിതിയും സാമൂഹ്യ പ്രശ്നങ്ങളുമെല്ലാം ഇദ്ദേഹത്തിന് വിഷയങ്ങളാകുന്നു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയായ ജാഫർ ബാഖവി കഴിഞ്ഞ 7 വർഷമായി വയനാട് മേപ്പാടി ജുമാ മസ്ജിദിലെ ഇമാമാണ്. ഗൾഫിൽ സന്ദർശനം നടത്താൻ അവസരം ലഭിച്ചപ്പോഴാണ് കലിഗ്രാഫിയെക്കുറിച്ച് അറിയുന്നതും അതിലേക്ക് തിരിയുന്നതും. തന്റെ ചിത്രരചനയിലൂടെ സമൂഹത്തിന് സന്ദേശം നൽകുകയല്ലാതെ മറ്റൊന്നും ഈ പുരോഹിതൻ ആഗ്രഹിക്കുന്നുമില്ല.
മുഴുവൻ അഭിമാനമായി തീർന്ന അജീഷിന്റെ വിശേഷങ്ങളാണ് ഇനി. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. തന്റെ എളിയ ജീവിതം കൊണ്ട് വ്യത്യസ്തനാവുകയാണ് അജീഷ് കണ്ടല്ലൂർ എന്ന ചെറുപ്പക്കാരൻ. ചെറുപ്പം മുതൽ താൻ ആരാധിച്ച പരശുരാമന്റെ പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ച് അത് നാടിനെ സമർപ്പിച്ച് വ്യത്യസ്തനാവുക കൂടിയാണ് ഇദ്ദേഹം. വരയിലും കലയിലുമൊക്കെ പ്രാവീണ്യം തെളിയിക്കുമ്പോഴും തന്റെ കലാസൃഷ്ടികളെ ഒരു വിൽപ്പന ചരക്കാക്കാതെ അത് സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കാനുള്ള ആഗ്രഹം കൂടി ഇദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ച പരശുരാമനെ കുറിച്ച് കഥകളിലൂടെ അറിഞ്ഞ നാൾ മുതൽ തുടങ്ങിയ ആരാധനയാണ് അജേഷിന്. അന്നു മുതൽ പരശുരാമന്റെ രൂപം അജേഷ് മനസ്സിൽ വരച്ചു തുടങ്ങി. ഒരു ദേശം തന്നെ സൃഷ്ടിക്കാൻ പോന്ന കരുത്തിനോടും ആരോഗ്യവുമുള്ള ശരീരത്തോടുമാണ് അന്നും ഇന്നും അജേഷിന് ആരാധന. ശില്പനിർമ്മാണം തൊഴിലായി തിരഞ്ഞെടുത്തതോടെ തന്റെ മനസ്സിലെ പരശുരാമ രൂപം യാഥാർത്ഥ്യമാക്കാൻ ഈ കലാകാരൻ തീരുമാനിച്ചു. 4 വർഷങ്ങൾക്ക് മുമ്പാണ് പരശുരാമന്റെ രൂപം കോൺക്രീറ്റിൽ നിർമ്മിക്കാൻ ആരംഭിച്ചത്. ജോലി തിരക്കിനിടയിൽ നിന്നും മോചനം ലഭിച്ചാലുടൻ അജേഷ് പരശുരാമന്റെ പൂർണ്ണകായ പ്രതിമ നിർമ്മിക്കാൻ ഓടിയെത്തും. ഇത് കോൺക്രീറ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 6 അടി ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഥകളും മറ്റും ഞാൻ ചിലയിട്ട് കേട്ടിട്ടുണ്ട്. കയ്യിൽ മഴവും കമണ്ഡലവും ഏന്തി നിൽക്കുന്ന പരശുരാമന്റെ 6 അടിയുള്ള പൂർണ്ണകായ പ്രതിമ ആരെയും ആകർഷിക്കുന്നതാണ്. പ്രതിമ സ്ഥാപിച്ചതോടെ അജീഷിന്റെ കായംകുളം കണ്ടല്ലൂർ ഷാപ്പുമുക്ക് എന്ന പ്രദേശം ഇനി അറിയപ്പെടുക പരശുരാമ നഗർ എന്നുകൂടിയായിരിക്കും. ഇതിനൊക്കെ പുറമെ മുട്ടത്തോടിൽ ചെയ്ത ഓയിൽ പെയിന്റാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. കൂടാതെ ക്യാൻവാസ് പെയിന്റിംഗ്, നൈഫ് പെയിന്റിംഗ് തുടങ്ങി ഈ മനുഷ്യന്റെ കലാവിരുതുകൾ അനവധിയാണ്. ചിത്രരചനയോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് അജീഷിന്. അതുകൊണ്ട് തന്നെ തന്റെ സൃഷ്ടികൾ ഒരിക്കലും ഒരു വിൽപ്പന ചരക്കാക്കാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. കുട്ടികളെ വരയുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്താൻ ഈ എളിയ കലാകാരൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം താനുണ്ടാക്കുന്ന സൃഷ്ടികളിൽ പലതും അമ്പലങ്ങളിലേക്കും മറ്റും നൽകി ഇദ്ദേഹം ശ്രദ്ധേയനാവുക കൂടിയാണ്. ഇന്ദ്രജാല ലോകത്തെ സാന്നിധ്യമായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയുമുണ്ട് കേൾക്കാൻ കലഡോസ്കോപ്പിൽ. ഇടവേള കഴിഞ്ഞ് ഇന്ദ്രജാല ലോകത്ത് വേറിട്ട മുഖമാവുകയാണ് സഞ്ജുഷ. ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കൊച്ചുമിടുക്കി നേട്ടങ്ങളുടെ കൊടുമുടിയാണ് കീഴടക്കുന്നത്. മായാജാല ലോകത്ത് ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു ഇന്ദ്രജാലക്കാരി കൂടിയാണ് ഇവൾ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന തന്റെ മായാജാല വിദ്യകളുമായി ഇനിയുമേറെ മുന്നേറാൻ തന്നെയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹവും. മാന്ത്രിക വിദ്യയുടെ വിസ്മയ ചെപ്പുകൾ തുറന്ന ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് 15-കാരിയായ സഞ്ജുഷ സതീഷ്.
ഇന്ദ്രജാല വേദികളിൽ വിസ്മയം വിരിയിച്ചാണ് സഞ്ജുഷയുടെ വളർച്ച. മാജിക് പഠനം തുടങ്ങിയത് 9-ാം വയസ്സിൽ. 6 വർഷം പിന്നിടുമ്പോൾ കേരള സംഗീത നാടക അക്കാദമി നടത്തിയ സംസ്ഥാനതല മാജിക് മത്സരത്തിൽ ജൂനിയർ വിഭാഗം ചാമ്പ്യനായി ഇവൾ. ഇതിനിടെ പിന്നിട്ടത് 200-ലധികം വേദികൾ. ഈ വർഷം ബാംഗ്ലൂർ മാജിക് അക്കാദമിയുടെ ക്ഷണം ലഭിച്ച കേരളത്തിലെ 2 മജിഷ്യന്മാരിൽ ഒരാളും. ബാംഗ്ലൂർ പാലസ് ഗ്രൗണ്ടിൽ 3 ദിവസം നടന്ന പരിപാടിയിൽ ദേശീയ അന്തർദേശീയ കലാകാരന്മാർക്കൊപ്പം മാജിക് അവതരിപ്പിക്കാനുള്ള ഭാഗ്യവും സഞ്ജുഷയ്ക്ക് ലഭിച്ചു. ഞാൻ ചെറുപ്പത്തിലെ കാണുന്ന ചേച്ചി മാജിക് കളിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് വന്നു. ഫ്യൂച്ചർ പ്ലാൻസ് ഇനി കുറേ പുതിയ ഐഡിയ കൊണ്ടുവരണം. ഇപ്പം ഇങ്ങനെ AXNലൊക്കെ ഇങ്ങനെ മാജിക് ട്രിക്സ് ഔട്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മുതുകാട് സാറും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം. അവർക്ക് നമ്മൾ തോൽപ്പിക്കാൻ അങ്ങനെ നിന്നു കൊടുക്കരുത്, അങ്ങനെ പറയും. വടകര അടക്കാത്തെരുവിലെ സതീഷിന്റെയും ഉഷയുടെയും ഇളയ മകളായ സഞ്ജുഷ ചെറുപ്രായത്തിൽ തന്നെ ജാലവിദ്യയുടെ കൊടുമുടികൾ കീഴടക്കുകയാണ്. 9-ാം വയസ്സിൽ സഹോദരിയിൽ നിന്ന് മാന്ത്രിക വിദ്യയുടെ ആദ്യ പാഠം സ്വായത്തമാക്കി. ഇന്ന് സംസ്ഥാനത്തെ പ്രമുഖ മാന്ത്രികരുടെ പട്ടികയിലാണ് സഞ്ജുഷയുടെ ഇടം. മായാജാല വേദികളിലേക്ക് പെൺകുട്ടികൾ കടന്നുവരാൻ മടിക്കുമ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ ഇന്ദ്രജാല വിദ്യകൾ കാണിച്ച് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുകയാണ് ഈ മിടുക്കി. പ്രൊഫസർ കെ ഭാഗ്യനാഥിന്റെ സ്മരണാർത്ഥം സംഗീത നാടക അക്കാദമി ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സംസ്ഥാന മാജിക് മത്സരമാണ് സഞ്ജുഷയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. സംഗീത നാടക അക്കാദമി മാജിക്കിനെ ഇതര കലകൾക്കൊപ്പം ഉൾപ്പെടുത്തിയ ശേഷം ആദ്യം നടത്തിയ മത്സരമായിരുന്നു ഇത്. നേരത്തെ പ്രൊഫസർ വാഴക്കുന്നിന്റെ സ്മരണാർത്ഥം നടന്നുവന്ന സംസ്ഥാന മാന്ത്രിക മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ തുടർച്ചയായി 3 തവണ 1-ാം സമ്മാനം കരസ്ഥമാക്കിയിട്ടുണ്ട് സഞ്ജുഷ. ഇതിനു പുറമെ ദേശീയ മാന്ത്രിക മത്സരത്തിൽ തുടർച്ചയായി 2ാമതെത്താനും ഇവൾക്ക് കഴിഞ്ഞു. സഞ്ജുഷയുടെ മാസ്മരിക പ്രകടനം കണ്ട് പ്രശസ്ത മാന്ത്രികനായ ഗോപിനാഥ് മുതുകാട് തന്റെ മാജിക് അക്കാദമിയിൽ സ്വീകരണം നൽകിയത് വലിയ അംഗീകാരമായി. മാജിക്കിന് പുറമെ നൃത്തത്തിലും സംഗീതത്തിലും നീന്തലിലും പ്രാവീണ്യം തെളിയിച്ച നാട്ടുകാരുടെ പൊന്നോമനയാണ് ഇന്ന് സഞ്ജുഷ. പഠനത്തിനൊപ്പം മായാജാല പ്രകടനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഈ കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറിയൊരു മാജിക് കാണിക്കാൻ പോവാണ്. ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മാജിക്. എൻ്റെ കയ്യിൽ 3 റോപ്പ് ഉണ്ട്. ഒരു ചെറിയ റോപ്പ്, കുറച്ച് വലിയ റോപ്പ്, ഏറ്റവും വലിയ റോപ്പ്. എന്നും കാഴ്ചകളുടെ വിരുന്നൊരുക്കിയാണ് കലിഡോസ്കോപ്പ് എത്താറ്. ഇത്തവണയും അത്തരം ചില ജീവിതങ്ങളെ ഒപ്പം കൂട്ടിയിരുന്നു. നിങ്ങൾക്ക് ചുറ്റിലുമുണ്ടാകാം ചില വേറിട്ട കാഴ്ചകൾ. അത് പ്രൊഡ്യൂസർ കലിഡോസ്കോപ്പ്, ഇന്ത്യ വിഷൻ, ടിറ്റൂസ് ടവർ, പാടിവട്ടം, കൊച്ചി എന്ന വിലാസത്തിൽ കലിഡോസ്കോപ്പിനെ അറിയിക്കണം. കാഴ്ചകളും കൗതുകങ്ങളും അതിലേറെ വിശേഷങ്ങളുമായി കലിഡോസ്കോപ്പ് കാത്തിരിക്കുന്നു. ഇപ്പോൾ വിട.